വീഡിയോ എന്താ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഇതെന്റെ മോസ്റ്റ് ഫേവറേറ്റ് പാലട പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും ഈ പായസം ഉണ്ടാക്കി ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ട് 150 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ 2 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ലിറ്റർ ഫുൾ ക്രീം പാലെടുക്കാം. അതുപോലെ നമ്മുടെ പായസത്തിലോട്ട് ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പും 100 ഗ്രാം കിസ്മിസും ഒരു ചെറിയ ബോട്ടിൽ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാനുള്ള നെയ്യും എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പായസത്തിലോട്ടുള്ള അടയെ ആദ്യം തന്നെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാനൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ പാൽ ആഡ് ചെയ്യാം. നമുക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അട പാലിൽ കിടന്ന് അങ്ങ് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ പാലിൽ കിടന്നിട്ട് അടയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു മിനിറ്റ് ടാമി, കൈ കാണിക്കൂ. ഈ കൈ മധുരണ്ടോ? ഓക്കെ. അപ്പൊ നമ്മുടെ പായസം കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ചെറിയൊരു പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പായസത്തില്. ഇനി പെട്ടെന്ന് നമ്മുടെ പായസം പിങ്ക് കളർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പൊടിക്കൈയും കൂടെ ചെയ്യാം. അപ്പം നമ്മുടെ പായസത്തിലോട്ട് പിങ്ക് കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് പഞ്ചസാര ഉരുക്കി ഒഴിക്കാം. ഒരു 6 ടീസ്പൂൺ പഞ്ചസാര ഞാനിവിടെ ഉരുക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പായസത്തിലോട്ട് ചേർക്കാം. ഇപ്പം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ പഞ്ചസാര ഉരുക്കി ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ പാലട നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സദ്യക്കൊക്കെ കിട്ടുന്ന പോലെ നല്ല പോലെ പിങ്ക് കളറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇനി പാലട പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പായസം നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് അതിനൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പായസമൊക്കെ നല്ലപോലെ കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയുമെല്ലാം വറുത്തിടാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇനി ഒരു 3 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് എല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക.